എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എത്തിയിരിക്കുന്നത് മൗനരാഗം സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. അപ്പൊ നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെതാ നമ്മുടെ മൂങ്ങാ മുത്തശ്ശി സഹായം ചോദിച്ച് സരയുവിന്റെ വീട്ടിലെത്തി. അപ്പൊ കല്യാണിയും അതുപോലെ തന്നെ കിരണും അത് ദീപയും ഒക്കെ തന്നെ തള്ളി പറഞ്ഞെന്നും തന്നെയും തൻ്റെ മകനെയും ഒന്നും സഹായിക്കില്ല എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ സരയുനോടും ശാരിയോടും പറയുന്ന സമയത്ത് ശാരിയാണെങ്കിലോ ഇപ്പൊ എന്ത് ചെയ്യാനാണ്, സ്വന്തക്കാരൊക്കെ ഇങ്ങനെയാണല്ലോ പെരുമാറുന്നത്. എന്തായാലും നിങ്ങൾ വിഷമിക്കണ്ട, എൻ്റെ മോൾ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കുമെന്നും പറഞ്ഞ് സരയുനെ വിളിക്കുക. അപ്പൊ സരയു ആണെങ്കിലോ നമ്മുടെ മൂങ്ങാ മുത്തശ്ശിയുടെ കൈ നിറച്ച് കുറച്ച് പൈസ അങ്ങ് വെച്ചു കൊടുത്തു. അപ്പം മൂങ്ങ പറയുന്നുണ്ട്, മോളെ എന്ത് ജോലിയും ഞാൻ ചെയ്തോളാം, എനിക്കൊരു ജോലി തരാമോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ, നിങ്ങൾ പ്രകാശൻ ആശുപത്രിയിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഇവിടെ വന്നോളൂ, ഇവിടുത്തെ വീട്ടുജോലിയൊക്കെ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതെ, നിങ്ങൾ ഞങ്ങളോടൊപ്പം തന്നെ നിൽക്കണമെന്നൊക്കെ പറയുമ്പോൾ മോളെ നിങ്ങൾ സഹായിക്കുന്ന ആൾക്കാരാണ്, ഞങ്ങൾ ഇനി അത്തരത്തിലുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കുള്ളൂ എന്നും പറഞ്ഞ് മുത്തശ്ശി വലിയ സന്തോഷത്തിൽ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീടാണെങ്കിലോ ഈ വിവരങ്ങളൊക്കെ പ്രകാശനെ ചെന്ന് കണ്ട് പറയുകയാണ് അമ്മ. അപ്പം മുത്തശ്ശി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പ്രകാശൻ ചോദിക്കുന്നുണ്ട്, അമ്മേ ദീപ പോലും സഹായിച്ചില്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ല മോനെ, ദീപയാണെങ്കിലും നിന്റെ കാര്യവും പറഞ്ഞ് ഇനി മേലെ ആ വീട്ടിലേക്ക് വരരുത് എന്നും പറഞ്ഞ് എന്നോട് ദേഷ്യപ്പെട്ടു. പിന്നെ എന്നെ സഹായിച്ചത് സരയുമോളും ശാരിയും ഒക്കെയാണ്. അവരെന്നോട് പറഞ്ഞു നീ ആശുപത്രിയിൽ നിന്ന് വന്നു കഴിയുമ്പോൾ അവരുടെ വീട്ടിൽ ജോലിക്ക് വന്നോളാനായിട്ട്. എന്തായാലും അമ്മയ്ക്ക് ചെറിയൊരു പണിയൊക്കെ കിട്ടി മോനെ, അമ്മ ആ സന്തോഷത്തിലാണ്. ഇനി എൻ്റെ മോന് വയ്യായികൊക്കെ മാറിക്കഴിഞ്ഞല്ലേ ജോലിക്ക് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ തൻ്റെ അമ്മ ഇത്രയും പ്രായത്തിലും ഇങ്ങനെ വീട്ടുജോലി ചെയ്യേണ്ടി വരുമല്ലോ എന്നുള്ളൊരു സങ്കടം നമ്മുടെ പ്രകാശനുണ്ട്. അപ്പം മുത്തശ്ശി പറഞ്ഞു, മോനെ ഞാൻ പോയി വിക്രത്തിനെ കണ്ടായിരുന്നു, പക്ഷെ അവനാണെങ്കിലോ ഇനി മേലെ അങ്ങോട്ട് വരരുത് എന്നുള്ള രീതിയിലും അതുപോലെ എൻ്റെ കാര്യം നിങ്ങളാരും അന്വേഷിക്കരുത് എന്നുള്ള രീതിയിലും ഒക്കെ സംസാരിച്ചു. ഞാൻ എന്താ മോനെ ചെയ്യേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ സാരമില്ലമ്മേ, അമ്മ വിഷമിക്കുമൊന്നും വേണ്ടാന്നും പറഞ്ഞ് വിക്രത്തിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ദീപയുടെയും കല്യാണിയുടെയും കാര്യങ്ങളും ഒന്നും അമ്മ ആലോചിച്ച് വിഷമിക്കേണ്ട, ഞാൻ കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് ജോലിക്ക് പോയി തുടങ്ങും, എൻ്റെ അമ്മയെ ഞാൻ തന്നെ നോക്കും, തൽക്കാലം അമ്മ സരയു പറയുന്നത് പോലെ കേട്ടാ മതിയെന്ന് പറയാണ്. അപ്പം മുത്തശ്ശിക്ക് ഒരു പണി കൊടുത്തു പ്രകാശൻ. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോഴാണെങ്കിലും നമ്മുടെ മേഘ്ന കിരണിനോട് കാര്യങ്ങളൊക്കെ പറയാണ്. അതെ കിരൺ സാറേ, അപ്പുറത്തെ മനോഹരൻ ആളത്ര ശരിയൊന്നും അല്ല, അയാൾ എന്നോട് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്, അയാൾക്ക് എന്തൊക്കെയോ ദുരുദ്ദേശം ഉള്ള പോലെയാണ്. അപ്പം നമ്മുടെ മനോഹരൻ മേഘ്നയോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ മേഘ്ന ഇങ്ങനെ എല്ലാം ഇങ്ങനെ പറയുന്ന മനോഹരന്റെ സ്വഭാവം നല്ല രീതിയിൽ നമ്മുടെ കിരണിന് അറിയാം. അതുകൊണ്ട് തന്നെ കിരൺ ആണെങ്കിലോ അങ്ങനെയാണ് അവൻ ചെയ്തതെങ്കിൽ അവൻ ഇതിനുള്ളൊരു പണി കൊടുക്കണമല്ലോ. ആഹാ നീ ഇവിടെ നിൽക്കുമെന്നും പറഞ്ഞ് മേഘ്നെ അവിടെ നിർത്തി. അപ്പൊ കല്യാണി ചോദിക്കുന്നുണ്ട്, എന്താ കിരണേട്ടാ, എന്താ സംഭവം? ഹേയ് ഇവളെ വളക്കാൻ വേണ്ടി നമ്മുടെ മനോഹരൻ നോക്കി. മനു ഓർത്തിരിക്കുന്നത് ഇവളെ ഏതോ കാശുള്ള വീട്ടിലെ കുട്ടിയാണെന്നൊക്കെയാണ്. എന്തായാലും നമ്മുടെ ഓഫീസിൽ വന്നിട്ടാണ് അവൻ ഈ ചെറ്റത്തരം കാണിച്ചിരിക്കുന്നത്, അവനോടൊന്ന് സംസാരിക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ സംസാരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ കിരൺ ഫോൺ എടുത്ത് മനുവിനെ വിളിക്കുകയാണ്. മനോഹർ ആണെങ്കിലോ എന്താ കിരൺ സാറേ എന്ന് ചോദിച്ച് സംസാരിക്കുന്ന സമയം, അല്ല നീ എവിടെ ഇപ്പോൾ ഉള്ളത്? ഞാനിവിടെ വീട്ടിലുണ്ടല്ലോ, എന്താ സാറേ വിളിച്ചത്? അതെ അല്ല എനിക്ക് നിന്നെ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞതും, അയ്യോ സാറേ അതിന് സാറിപ്പോൾ എന്തിനാ എന്നെ കാണുന്നത്? എടാ എനിക്ക് നിന്നെ ഇപ്പം അത്യാവശ്യമായിട്ട് കാണണം, നീ അപ്പുറത്തല്ലേ ഉള്ളത്, മര്യാദക്ക് ഇപ്പുറത്തോട്ട് വാന്ന് പറയുക. സാറേ ഞാൻ വന്നോളാന്നും പറഞ്ഞ് കിരൺ ആണെങ്കിൽ പറഞ്ഞത് പാടെ തന്നെ നമ്മുടെ മനോഹരൻ അങ്ങോട്ട് ചെല്ലുകയാണ്. ഇനിയിപ്പോൾ എന്തിനാണാവോ ഇയാൾ വിളിക്കുന്നത് എന്ന് പോലും അറിയാതെ മനോഹരൻ നമ്മുടെ ശാരിയെയും സരയുനെയും ഒക്കെ നോക്കി സൂക്ഷിച്ചും കണ്ടുമാണ് കിരണിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും മനു ചോദിക്കുന്നുണ്ട്, അല്ല എന്താ സാറേ എന്നെ വിളിച്ചത്? അപ്പുറത്ത് ആൻറ്റിയും ഉണ്ട് അതുപോലെ തന്നെ സരയും ഉണ്ട്, അവരെങ്ങാനും ഞാൻ ഇങ്ങ് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് മതി, എന്തിനാ പോയത്, എന്താ സംഭവം എന്നൊക്കെ ചോദിച്ച് തലവേദന എടുപ്പിക്കും. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ പറയേ സാറേ, ഇങ്ങനെയൊന്നും ഇനി എന്നെ വിളിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കിരണിനോട് ഇങ്ങനെ പുള്ളിക്കാരൻ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കിനും കിരൺ പറയാണ്, അതെ നിന്നെ ഇവിടെ വിളിച്ച് ഒന്ന് സൽക്കരിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് നിന്നെ വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ മേഘ്നയാണെങ്കിൽ ഒരു ട്രെയില് കുറച്ച് ചായയൊക്കെ ആയിട്ട് മനുവിന്റെ മുമ്പിലേക്ക് വരികയാണ്. അല്ല ഈ കുട്ടിയെ ഞാൻ കണ്ടതാണല്ലോ, ഇയാൾ ഇവിടെയാണോ താമസിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ തന്നെയാ താമസിക്കുന്നത്. അപ്പൊ നിനക്ക് ഇവളെ അറിയാവോടോ എന്ന് ചോദിച്ച് നമ്മുടെ കിരൺ അങ്ങ് വരികയാണ്. കിരണും വന്നു, കല്യാണിയും വന്നു. അത് സാറേ ഞാൻ അങ്ങനെ പറഞ്ഞു പോയി, ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനു ആണെങ്കിൽ
ഉരുണ്ടുകളി തുടങ്ങി. അതെ, എല്ലാ പെൺപിള്ളേരുടെ അടുത്ത് നീ എടുക്കുന്ന സ്ഥിരം നമ്പർ ഉണ്ടല്ലോ, ആ നമ്പർ മേഘ്നയുടെ അടുത്ത് എടുക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ തനിക്ക് പറ്റിയതൊരു അബദ്ധമാണെന്നും താൻ ഇനി അതൊന്നും മേലാൽ ആവർത്തിക്കില്ല എന്നുള്ള രീതിയിലും മനുതാ നമ്മുടെ കിരണിനോട് സാഷ്ടാംഗം വീണ് പറയുകയാണ്. അപ്പം മനോഹറിന് മനസ്സിലായി കിരൺ പ്രശ്നക്കാരനാണ്. കിരൺ ഇനി ഇതൊക്കെ ഒരു വലിയ വിഷയമാക്കി കഴിഞ്ഞാൽ തൻ്റെ അപ്പുറത്തെ വീട്ടിലുള്ള പൊറുതി അവസാനിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ കിരണിനോടൊരു സോറിയൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ അവിടുന്ന് മുങ്ങുകയാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിഞ്ഞതും നമ്മുടെ ശാരിയാണെങ്കിൽ ഒരു DNA ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പം ശാരിക്ക് കൂട്ടുകാരിയോട് പറയാനൊരു ഭയമൊക്കെ ഉണ്ട്, തൻ്റെ മകളുടെ കാര്യം തന്നെയാണെന്ന്. എന്നാൽ കൂടിയും അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നറിയാൻ വേണ്ടി നമ്മുടെ ശാരി കാത്തിരിക്കുകയാണ്. ശാരിക്ക് ഇരുന്നിട്ട് ഇരിപ്പുറക്കുന്നേ ഇല്ല. ഇനി കിരൺ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിരിക്കുമോ, തൻ്റെ മകള് അത് താരയുടെ മകളെങ്ങാനും ആയിരിക്കുമോ എന്നുള്ളൊരു ടെൻഷനിലാണ് നമ്മുടെ ശാരി ഉള്ളത്. ശാരി അങ്ങനെ ആ ഒരു കൂട്ടുകാരിയെ വിളിച്ചു. കൂട്ടുകാരിയെ വിളിച്ചതും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നിനക്ക് റിസൾട്ട് കിട്ടിയിരിക്കും, നീ സമാധാനപ്പെട്, എന്തായാലും നിന്റെ കൂട്ടുകാരിയുടെ ടെൻഷനൊക്കെ കുറച്ച് സമയത്തിനുള്ളിൽ മാറുമല്ലോ എന്നും പറഞ്ഞ് ശാരിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ ഡോക്ടർ ഫോൺ വെക്കുകയാണ്. അതിനുശേഷമാണെങ്കിലും ശാരി അതിനേക്കാട്ടിലും വലിയ ടെൻഷനിലായി. ഇനിയിപ്പോൾ എന്താണ്, ആ റിസൾട്ട് അറിയാതെ തനിക്കൊരു സമാധാനവും ഇല്ല എന്നുള്ള രീതിയിൽ ശാരി എങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഈ സമയത്ത് സരയു ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്താ പറ്റിയത്? അമ്മ രൂപാൻ്റിയുടെ വീട്ടിൽ നിന്ന് വന്നിട്ട് അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണല്ലോ, എന്താ കാര്യമെന്ന് ചോദിക്കുമ്പം മോളെ ഒന്നും പറയണ്ട, അമ്മ അച്ഛനെ കുറിച്ചിട്ടും അതുപോലെ മോളുടെ ജീവിതത്തെ കുറിച്ചിട്ടും ഒക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടാണ്. അച്ഛനാണെങ്കിലും മോൾക്ക് അറിയാലോ, മെന്റൽ ഹോസ്പിറ്റലിൽ വരെ പോവേണ്ട അവസ്ഥ വന്നു. നമ്മൾ ഇങ്ങനെയൊന്നും കഴിഞ്ഞവരല്ലല്ലോ മോളെ. അമ്മ ആ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് സരയുവിനെ സമാധാനിപ്പിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശാരി തീ തിന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം സരയു മനസ്സിലാക്കുന്നേ ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ്. അപ്പം എപ്പോഴും പറയുന്നത് പോലെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിക്കുകയാണ്. അപ്പോൾ ഗുഡ് നൈറ്റ്.